അപ്പൊ നെഗറ്റീവ് പറയണവർക്ക് നെഗറ്റീവ് തന്നെ പറയാം. എല്ലാം എനിക്ക് രാജാ ഗെയിം കളിച്ചിട്ട് മാത്രമാണ്. രാജാ ഗെയിംസ് ഇവർക്കൊക്കെ പൈസ കൊടുക്കാൻ വേണ്ടി പറ്റണത് ഞാൻ ഗെയിം കളിച്ചിട്ട് തന്നെയാണ്. ആപ്പിന്റെ പരസ്യം എടുക്കേണ്ട കാര്യം ഇവിടുത്തെ പ്രമുഖ മാധ്യമത്തിനുണ്ടോ? 24 ന്യൂസ് വലിയൊരു തട്ടിപ്പിന്റെ പൈസ വെച്ചിട്ട് നടത്തേണ്ടതാണോ ഒരു ചാനൽ? ഗെയിമിംഗ് ഗാംബ്ലിംഗ് ആപ്പ് വഴി എത്ര പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്? കാരണം ഈ പറയുന്ന 1x bet എന്ന് പറഞ്ഞ സൈറ്റ് ഒരു ബെറ്റിംഗ് ആപ്പാണ്. ഇല്ലീഗൽ ബെറ്റിംഗ് ആപ്പാണ്. ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്തതാണ്. 5 മിനിറ്റ് എനിക്ക് 70,000 രൂപ. ധ്യാൻ ശ്രീനിവാസൻ കളിച്ച് കാണിച്ചേരട്ടെ. ഇതിപ്പോ ആരെങ്കിലും ധ്യാനെ കാണുമ്പോ ചോദിക്കണം. ചേട്ടന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്, അത്തരം ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കലാകാരൻ എന്ന നിലയിൽ അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെന്ന് ആരാ പറഞ്ഞതൊക്കെ? ഞാൻ എന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞു പൈസ വരുന്ന ആൾക്കാർക്ക് ഞാൻ പൈസ കൊടുക്കും. ഇഷ്ടപ്പെട്ടൊരു നടനാണ്. ഇങ്ങനെ നടന്മാര് പറയുമ്പോൾ അവർ തെറ്റായിരിക്കാൻ വഴിയില്ല. അങ്ങനെ പറഞ്ഞ് പലരും ഇതിൽ ചാടുന്നവരുണ്ടാവില്ലേ? ഉണ്ടാവും. സുജിൻ കൃഷ്ണയുടെ അക്കൗണ്ട് ഉണ്ട്. പിന്നെ നന്ദുനാഥ്, വയനാടൻ ബ്ലോഗർ ഫസ്മിൻ അസാഖ്. ഐഫോൺ വാങ്ങിച്ചു, ഫ്ലാറ്റ് വാങ്ങിച്ചു, ടൂറ് പോകുന്നു. അൺബോക്സിംഗ് ടൂറിന്റെ കല്യാണത്തിന് ഇത് തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് അറിയും ഗെയിം കളിച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്. 10 ലക്ഷമല്ല 10 കോടി ഓഫർ കിട്ടിയ ആൾക്കാരുണ്ട്. അതായത് ഞാൻ തൊപ്പിയുടെ കാര്യം പറയാം. തൊപ്പി പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നു ബാറ്ററി ബെറ്റ് എന്നുള്ള. അപ്പം തൊപ്പിക്ക് ഗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഒന്ന് ലൈവായിട്ട് ക്രിപ്റ്റോ സ്കാമായി. ഇത് വെറും നാടകം. തൊപ്പിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോൺസർ ഒരു ബെറ്റിംഗ് ആപ്പാണ് ഇല്ലീഗലായിട്ട് നടക്കുന്നത്. ഒരുപാട് എൻ്റെ ഒരു പ്രൂഫ് ഉണ്ട്, ഞാൻ വൈകാതെ പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. സസ്പെൻസ് നമ്മുടെ ഷാജിക്ക് നമ്മളിവിടെ എന്ത് പറഞ്ഞാലും മൈൻഡ് ആവുന്നില്ല. നന്മ മരം, കേരളത്തിലൊരു നന്മ മരം ഉണ്ടെങ്കിൽ നിക്ലോക്സ് തന്നെയാണ്. വെറും 24 മണിക്കൂറിൽ 2.25 ലക്ഷം. ബ്രോ, അപ്പെക്സ് ടോക്കനെ കുറിച്ചൊരു വീഡിയോ ചെയ്തു. ടോക്കി ബൈ നിയമവിരുദ്ധ ബെറ്റിംഗ് ആപ്പുകൾക്കും പ്രൊമോട്ട് ചെയ്യുന്ന സുജിൻ കൃഷ്ണ എന്ന നന്മ വരുന്നു. ഹായ് ഹലോ, വെൽക്കം ടു സിനിമാടെക്. ഞാൻ ബിൻഷ മോഹൻദാസ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എസ് അഭിജിത്ത് ആണ്. എസ് അഭിജിത്തിനെ എല്ലാവർക്കും അറിയായിരിക്കും, ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്നവർക്ക്. അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇൻസ്റ്റാഗ്രാമിലൂടെ ഓൺലൈൻ ഗെയിമിംഗ് ഗാംബ്ലിംഗ് ആപ്പുകളെ, രാജാ ഗെയിംസ്, സൂപ്പി, റമ്മി പോലുള്ള ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനെതിരെ നിരന്തരം വീഡിയോ ചെയ്യുന്ന ആളാണ് എസ് അഭിജിത്ത്. അദ്ദേഹം ഒറ്റയാൾ പോരാട്ടം നടത്തുകയായിരുന്നു ഇവർക്കെതിരെ പൂട്ടിടാനായിട്ട്, ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെതിരെ. ഇപ്പോൾ മെറ്റ 4 ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനെതിരെ ആക്ഷൻ സ്വീകരിച്ചിരിക്കുകയാണ്. അവരുടെ അക്കൗണ്ട് റിമൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അഭിജിത്തിന് എന്താണ് ഇതേക്കുറിച്ചൊക്കെ പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് ചോദിക്കാം. നമസ്കാരം. ഇന്നത് ഇൻസ്റ്റാഗ്രാം നോക്കിയ എസ് അഭിജിത്ത് എന്നുള്ള ആ ഒരു പേര് മാത്രമേ കാണാനുള്ളൂ. കാരണം ഒരുപാട് ഈ ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന വമ്പൻ റീച്ചുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ അക്കൗണ്ടൊക്കെ പൂട്ടിച്ചിരിക്കുകയാണ്. എത്ര പേരെയാണ് പൂട്ടിച്ചിട്ടുള്ളത്? ഇപ്പോൾ ഞാനായിട്ട് ആരെയും പൂട്ടിച്ചതല്ല. നമ്മൾ കംപ്ലൈൻറ്റുകൾ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ മാത്രമല്ല ചെയ്യുന്നത്, കൂടെ ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് ഒഫീഷ്യൽ മാർഗത്തിൽ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. ഞാനും എൻ്റെ അഡ്വക്കേറ്റ് ഫ്രണ്ട് ജിയാസ് ബ്രോയും ഒക്കെ നിരന്തരമായിട്ട് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് വീഡിയോ മാത്രമല്ല ചെയ്യുന്നത്, ഇതിനായിട്ടൊരു മിഷൻ എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ഇത്രയും വലിയൊരു തട്ടിപ്പും അത്രയും വലിയൊരു സംഭവമായിട്ടാണ്, അത്രയും പൈസയാണ്, അത്രയും ആൾക്കാരുടെ ജീവനാണ് അറ്റ് സ്റ്റേക്ക്. അപ്പോൾ അത്രയും വലിയൊരു സാമൂഹിക വിപത്ത് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി ഏതറ്റംവരെയും പോകാൻ എന്നുള്ള രീതിക്ക്, കാരണം നമുക്ക് എൻ്റെ ഇപ്പോൾ 1-2 വീഡിയോകൾ ചെയ്തു തുടങ്ങിയപ്പോഴാണ്, അതായത് ബെറ്റിംഗ് മാത്രമല്ല പലതരം സ്കാമുകളെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മണി ചെയിനുകളാണെങ്കിലും MLM സ്കാമുകളാണെങ്കിലും എല്ലാത്തിനെയും പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതെ, ഞാൻ എൻ്റെ ഒരു അക്കൗണ്ട് എടുത്തു നോക്കിയാൽ തന്നെ കാണാം. പക്ഷെ അപ്പോഴും ഒരു സാധനം സ്റ്റിക്കിങ് ആയിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ്, ഇഷ്ടംപോലെ ആൾക്കാർ, രാജാ ഗെയിം, അതുപോലെ തിരങ്ക, DUവിൻ, 81 ലോട്ടറി, 66 ലോട്ടറി എന്നൊക്കെ പറഞ്ഞ് പലതരം ഇല്ലീഗൽ ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇത് ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ പക്ക ഇല്ലീഗലാണ്. ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇല്ലീഗൽ ആയിട്ടുള്ള ആപ്പ് പ്രൊമോട്ട് ചെയ്യുകയാണെന്നുള്ള എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? അതായത് ഇങ്ങനത്തെ ഇതൊരു ഇല്ലീഗൽ ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്പാണെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ഒരു ഇഷ്ടംപോലെ സർക്കുലേഴ്സ് ഇറക്കിയിട്ടുണ്ട്. ഇതേപോലത്തെ ബെറ്റിംഗ് ആപ്പുകൾ TV ചാനലിൽ പ്രൊമോട്ട് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്.
ഇപ്പോഴും ഒരു TV ചാനൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് കോമഡി. മലയാളത്തിൽ ഉള്ള 24 ന്യൂസ് അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഇപ്പൊ ഇന്ന് രാവിലെ വരെ നോക്കിയാൽ പരൈ മാച്ചിന്റെ ആഡ് റൺ ചെയ്യുന്നുണ്ട്. രാവിലെ നമ്മുടെ ശ്രീകണ്ഠൻ നായർ തട്ടിപ്പിനെതിരെ അതും ഇതുമൊക്കെ മോർണിംഗിൽ ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിക്ക് തട്ടിപ്പ് ഓക്കെ അങ്ങനെ പറയുന്ന ഒരാൾക്കാർ ഇപ്പൊ ഗവൺമെന്റ് ഇന്ത്യയിൽ ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് തന്നെ ഈ പറയുന്ന പരൈ മാച്ച് എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് അതിനെ ബാൻ ചെയ്തിട്ടുണ്ട്. 2-3 തവണ ബാൻ ചെയ്തിട്ടുണ്ട്. 2 ന്യൂസുകളും അതിനുള്ള സോഴ്സ് ലിങ്കുകളും എല്ലാം ഞാൻ തരാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതേപോലത്തെ ബെറ്റിംഗ് ആപ്പുകളുടെ പരസ്യം ചെയ്യരുത് എന്ന് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഈ ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ ഇവർക്ക് അതേപോലെ ഒരു അഡ്വൈസറിയും ഒരു എന്താ പറയുക ഒരു നോട്ടീസും എല്ലാം കൊടുത്തിട്ടുള്ളതാണ്. ഗൈഡ് ലൈൻസ് ഇട്ടുള്ളതാണ്. അതായത് ഓൾ ചാനൽസ്, അതായത് ടെലിവിഷനിൽ ഇതേപോലത്തെ ബെറ്റിംഗ് ആപ്പുകളുടെ ആഡുകൾ ചലിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ മാധ്യമം ഇത് ചെയ്യുക? 24 ന്യൂസിൽ ഇന്ന് അത് കാണാറുണ്ട് രാവിലെ. ഞാൻ സ്ക്രീൻ റെക്കോർഡ് വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം. രാവിലെ മാത്രമേ ഞാൻ 2-3 തവണ കണ്ടിട്ട് സാധനങ്ങളുണ്ട്. ഇത് ഇപ്പൊ നടക്കുന്ന കാര്യം. ഞാൻ ഒരു മാസം മുന്നേ ഇതേ കാര്യം പറഞ്ഞിട്ട് 24ന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. 24 ന്യൂസിൽ ഫ്ലവേഴ്സിൽ 2 ചാനലുണ്ട്. 2ലും 1x ബാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെറ്റിംഗ് ആപ്പിന്റെ ഒരു സർഗേറ്റ് അഡ്വർടൈസ്മെന്റ് റൺ ഉണ്ടായിരുന്നു. ഒരു 1x ബാറ്റ്. അപ്പോൾ ഈ 1x ബാറ്റ് എന്ന് പറയുന്നത് ഈ 1x ബാറ്റ് എന്താണ്? 1x ബെറ്റിന്റെ ഒരു ബിനാമി കമ്പനി. അതായത് കാരണം ഈ പറയുന്ന ബെറ്റിംഗ് ആപ്പുകൾക്ക് നേരിട്ട് ഈ പറയുന്ന പോലെ ആഡ് കൊടുക്കാൻ പറ്റില്ല TV-യിൽ. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ നമ്മൾ ആൽക്കഹോൾ കമ്പനികൾ ഒരു സംഭവം ഇറക്കില്ലേ, മിനറൽ വാട്ടർ ഇതേപോലത്തെ മിനറൽ വാട്ടറിലുള്ളത് മെക്ഡോവൽസിന്റെ ആയിരിക്കും. പക്ഷെ മെക്ഡോവൽസിന്റെ ബ്രാൻഡിയോ വിസ്കിക്കോ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. വെള്ളത്തിന് ആഡ് ചെയ്യാൻ പറ്റും. വെള്ളത്തിന് പരസ്യം ചെയ്യാൻ വേണ്ടി മാത്രം ആ സാധനം ഇറക്കുന്നത്. അതേ സാധനമാണ് ഈ 1x ബാറ്റ് എന്ന് പറയുന്നത്. അവർക്കൊരു ഡ്രസ്സിംഗ് ലൈൻ ഉണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷെ അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ സ്പോർട്സ് ന്യൂസ് ഉണ്ടെന്ന് പറയുന്നത്. ഈ വെബ്സൈറ്റും ഇവരുടെ സ്പോർട്സ് ന്യൂസും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെർച്ചൻഡൈസും ഇതൊക്കെ വെറും ഒരു പുകമറ മാത്രം. കാരണം ഈ പറയുന്ന 1x ബെറ്റ് എന്ന് പറഞ്ഞ സൈറ്റ് ഒരു ബെറ്റിംഗ് ആപ്പാണ്. ഇല്ലീഗൽ ബെറ്റിംഗ് ആപ്പാണ്. ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്തതാണ്. ഇന്ത്യൻ ഗവൺമെന്റ് പലതവണ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു ആപ്പിന്റെ പരസ്യം എടുക്കേണ്ട കാര്യം ഇവിടുത്തെ പ്രമുഖ മാധ്യമത്തിനുണ്ടോ? 24 ന്യൂസും ഫ്ലവേഴ്സും. ഇപ്പോൾ ഫ്ലവേഴ്സിലാണെങ്കിൽ കൂടെ ഓക്കെ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒന്നാമത് അത് ഇതേപോലത്തെ തട്ടിപ്പ് ഇതേപോലത്തെ ഒരു മീഡിയ കമ്പനി ചെയ്യാൻ പറ്റും? ഇല്ല, ഒരിക്കലും. അതും ഒരു ന്യൂസ് ചാനൽ. ഈ നാട്ടിൽ ഈ പറയുന്ന തട്ടിപ്പുകൾക്കെതിരെ സംസാരിക്കേണ്ട ആരാണ്? ന്യൂസ് ചാനലുകളും മാധ്യമങ്ങളുമാണ്. പ്രസ് ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇരിക്കുമ്പോൾ അതിനെതിരെ ഞാനൊരു ചോദിച്ചിട്ടുണ്ട്. ശ്രീകണ്ഠൻ നായർക്കെതിരെയൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. ഇവര് അത് കഴിഞ്ഞിട്ട് ഒരു മാസമായി. ഇപ്പോഴും ഇവര് പരൈ മാച്ച് എന്നുള്ള ഇപ്പൊ പരൈ മാച്ച് എന്ന് പറയുന്ന സാധനം ഈ നേരത്തെ പറഞ്ഞു 1x ബാറ്റ് 1x ബെറ്റ് 2 എൻറ്റിറ്റി ഉണ്ട്. ഒരു ബിനാമി വെച്ചിട്ടാണ് നടത്തുന്നത്. ഈ പരൈ മാച്ച് എന്ന് പറയുന്ന സാധനം അതും ഇല്ലീഗലാണ്. അതും ഇതേപോലെ ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്യുന്നത്. അതും ഇതേപോലെ ആഡ്സ് കാണിക്കാൻ പറ്റില്ല എന്ന് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് സർഗേറ്റ് അഡ്വർടൈസ്മെന്റ് കൂടെ അല്ല. ഇവർ ഈ പരൈ മാച്ച് എന്നുള്ള ആ ഒരു കറക്റ്റ് ബെറ്റിംഗ് ആപ്പ് ഇതിൽ പൈസ ഇടും ഇത് ഇത്രയും എന്നുള്ള കാര്യങ്ങൾ ഒരു ന്യൂസ് ചാനലിൽ വരുമ്പോൾ അതിന്റെ ഒരു മാറ്റം എന്താണ്? ന്യൂസ് ചാനൽ എന്ന് പറയുമ്പോൾ എല്ലാ വീടുകളിലും കാണുന്നതാണ്. കാരണം ഇത് ഒന്നാമത്തെ കാര്യം ഇത് അഡ്വർടൈസ് ചെയ്യാൻ പോലും പറ്റില്ല. ഇൻഫ്ലുവൻസേഴ്സിന് വരെ പറ്റില്ല ഈ സാധനം. അപ്പോഴാണ് ഒരു ന്യൂസ് ചാനൽ ഇത് ചെയ്യുന്നത്. അത് ചോദ്യം ചെയ്യേണ്ടത്. അപ്പൊ അതിനെതിരെ മുന്നോട്ട് പോകും. അത് മുന്നോട്ട് തന്നെ പോകും. കാരണം നമ്മളൊരു സൈഡിൽ നിന്ന് ഇതേപോലത്തെ ഓരോരോ തരം ആപ്പുകളുടെ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലൊരു പ്രമുഖ മാധ്യമം ഇതാണ് ചെയ്യുന്നത്. ഇവരുടെ മെയിൻ സ്പോൺസർ രാവിലെ വരെ റൺ ചെയ്യുന്നുണ്ട്, പ്രൈം ടൈമിൽ മാത്രമല്ല. അപ്പോൾ മെയിൻ സ്പോൺസർ എന്നല്ലേ പറയുന്നത്. ഇത്രയും വലിയൊരു തട്ടിപ്പിന്റെ പൈസ വാങ്ങിച്ചിട്ട് നടത്തേണ്ടതാണ് ഒരു ചാനൽ. അതും ഈ പറയുന്ന ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ചാനലും ഫ്ലവേഴ്സ് ഗ്രൂപ്പ്. അതെ, അത് ശരിയാ. അതൊക്കെ നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് റോങ് മെസ്സേജ് ആണ്, വളരെ റോങ് മെസ്സേജ് ആണ്. കാരണം അത് ലെജിറ്റിമൈസ് ചെയ്യണം. കാരണം ന്യൂസ് ചാനൽ തന്നെ ഒരു സൈഡിൽ നിന്ന് തട്ടിപ്പിനെ പറ്റി പറയുന്ന ആൾക്കാരാണ് ഈ പറയുന്ന അല്ലെ. അതെ, അത് തീർത്തും തെറ്റാണ്. അപ്പൊ നമ്മള് കറണ്ട് ഒരു വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം മെറ്റ 4ഓളം അക്കൗണ്ടുകളാണ് ഇപ്പോൾ പൂട്ടിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണ് അക്കൗണ്ട്? ഇപ്പോൾ നമുക്ക് അക്കൗണ്ടുകൾ ആക്സസിബിൾ അല്ലാത്തത് സുജിൻ കൃഷ്ണയുടെ അക്കൗണ്ട് ഉണ്ട്, പിന്നെ നന്ദുനാഥ്, വയനാടൻ ബ്ലോഗർ,
ഫസ്മിന സക്കി, ഇവരൊക്കെ ഇപ്പോൾ പറഞ്ഞ ഫസ്മിന ഉണ്ടല്ലോ, ഫസ്മിന വീണ്ടും അവരൊരു പുതിയ അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ട് വീണ്ടും ഇതേ ബെറ്റിങ്ങിന്റെ ഈ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പുതിയ അക്കൗണ്ട് പൂട്ടിച്ചിട്ട് പുതിയ അക്കൗണ്ടുമായിട്ട് പിന്നെ ഇറങ്ങിയേക്കും. അത് പോലീസ് കാണണ്ടേ, ഈ അക്കൗണ്ട് പൂട്ടണ്ടേ? അതെ അതെ. അപ്പോൾ പുതിയ അക്കൗണ്ടിൽ ഇതൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പഴയ അക്കൗണ്ട് തിരിച്ചു വരുമായിരിക്കും. ഇനിയിപ്പോൾ വരുവാണെങ്കിൽ തന്നെ അതിന് പല മാർഗ്ഗങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അക്കൗണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് റിക്കവർ ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ മാർഗ്ഗങ്ങൾ, പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങാനും വരികയാണെങ്കിൽ തന്നെ ഇവർ വീണ്ടും ചെയ്യാൻ പോണത് ഈ ബെറ്റിംഗ് തന്നെയാണ്. കാരണം അതാണ് ഇപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത്. ഇതിനെതിരെ അപ്പോൾ അക്കൗണ്ട് മാത്രം കളഞ്ഞാൽ പോരല്ലോ, ഇവർക്കെതിരെ കേസ് പോകണം, ഇവരെ അകത്തിടണം. കാരണം ഹരിയാനയിലും തെലുങ്കാനയിലും ഒക്കെ ഇൻഫ്ലുവൻസേഴ്സ് അകത്ത് പോയിട്ടുണ്ട്. ഏത് ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തതിനും ഇതേപോലെ ഈ ഇതിന്റെ മണി ഹാൻഡിൽ ചെയ്തതിനും ഫേക്ക് നോട്ട്സ് ഹാൻഡിൽ ചെയ്തതിനും. അതിനും സോഷ്യൽ ന്യൂസ് ഞാൻ വേണമെങ്കിൽ ലിങ്ക് അയച്ചുതരാം. ഫസ്മിന എന്ന് പറയുന്നത് നമ്മുടെ തൊപ്പിയുടെ മുൻ കാമുകയായിരുന്നു. അന്നേരം ഒന്നും അവർ അത്രത്തോളം ബെറ്റിംഗ് ആപ്പുകളൊന്നും പ്രൊമോട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എപ്പോൾ മുതലാണ് ഫസ്മിനയുടെ അക്കൗണ്ടിൽ ഇങ്ങനെ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ കണ്ടിട്ടുള്ളത്? ഞാൻ കാണുമ്പോൾ തൊട്ട് ഇവരുടെ ഇതിൽ ഞാൻ അധികം ഇവരെ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ഞാൻ ഇതിന്റെ കാര്യത്തിന് നോക്കി പോകുമ്പോഴാണ് ഇവരൊക്കെ കാണുന്നത്. ഈ ഫസ്മിന എന്ന് പറഞ്ഞ ആളെ, ഈ പറയുന്ന ബാക്കിയുള്ള കുറേ ആൾക്കാരെയും ഒക്കെ ഇതിന്റെ പേരിൽ നോക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത്. ഇവരൊന്നും ഞാൻ ഫോളോ ചെയ്യാത്ത ആൾക്കാരായതുകൊണ്ട്. അപ്പോൾ ഞാൻ കാണുമ്പോൾ തൊട്ട് ഇവരുടെ ഇതിൽ ഇതൊക്കെ തന്നെയാണ്. അതായത് ഒരു ഇതിൽ പറയുന്നു, ഫസ്മിന വാങ്ങിച്ചതിന്റെ കണക്കുകൾ ഞാൻ പറയാം. ഐഫോൺ വാങ്ങിച്ചു, ഫ്ലാറ്റ് വാങ്ങിച്ചു, ടൂറ് പോകുന്നു, അതിന്റെ ഇപ്പോൾ ഇതാണ് ചെയ്യുന്നത്. പിന്നെ കല്യാണത്തിന് എന്തോ സ്വർണത്തിന്റെ അത് ഒരാളുടെ ലൈഫില് കല്യാണം നടക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലരുടെയും ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വിവാഹം എന്നാണ് വിചാരിക്കുന്നത്. കാരണം അത്രയും ആൾക്കാരെയൊക്കെ അറിയിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടത്തിയിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഫസ്മിന അല്ല കേട്ടോ ആദ്യമായിട്ട് ഇത് പറയുന്നത്. അൺബോക്സിംഗ് ഡ്യൂഡിന്റെ കല്യാണത്തിന് ഇത് തന്നെ പറഞ്ഞു. അതായത് അൺബോക്സിംഗ് ഡ്യൂഡിന്റെ പെങ്ങൾക്ക് ഇതേപോലെ സ്വർണം വാങ്ങിച്ച് പോയിട്ട് വണ്ടി പോകുന്നത് ഡെയിലി വ്ളോഗായിട്ട് കല്യാണം വരുമ്പോൾ എന്തായാലും വ്ളോഗേഴ്സ് ആകുമ്പോൾ എല്ലാ ദിവസവും എന്താ ചെയ്യണമെന്ന് വരും. അപ്പോൾ ഇവർ ഇന്ന് കല്യാണത്തിന് സ്വർണം വാങ്ങിക്കാൻ പോകണം, അനിയത്തിക്ക് സ്വർണം വാങ്ങിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്നിട്ട് കാറിലെന്ന് പറയും, ഇത് എങ്ങനെയാണ് വാങ്ങിച്ചത് നിങ്ങൾക്ക് അറിയാം, ഗെയിം കളിച്ചിട്ട്. ഞാൻ ഇങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്. കാരണം ഇവരൊക്കെ കാണിക്കുന്നതും ഇവരൊക്കെ ഫ്ലോട്ട് ചെയ്യുന്നതും ഭയങ്കര ലക്ഷൂറിയസ് ലൈഫാണ്. ഒരു ലക്ഷൂറിയസ് ലൈഫ് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ആൾക്കാരെ ഈ ബെറ്റിംഗ് ആപ്പിലേക്ക് ചേർക്കുക എന്നുള്ള രീതിക്കാണ്. കാരണം അവർ ഈ ബെറ്റിംഗ് ആപ്പുകൾ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക. ഇവരുടെ ലൈഫ് സ്റ്റൈൽ കാണിച്ച് അതിനെ എന്താ പറയുക, അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഫസ്മിന തന്നെ ഫ്ലാറ്റ് എടുത്തു കൊച്ചിയിൽ. ഈ ഒരു സമയത്ത് ഫ്ലാറ്റിന് ഒരു 1 BHK ഫ്ലാറ്റിന് ഒരു 40 ലക്ഷം അല്ലെങ്കിൽ 30-40 ലക്ഷം ഉണ്ടാവില്ലേ? ഇവര് എങ്ങനെയാണ് ഈ പറയുന്ന ചെറിയൊരു ഗാംബ്ലിംഗ് ആപ്പ് വെച്ചിട്ട് എടുക്കുക? സംഭവം അത് പറഞ്ഞ് ഫേക്ക് ആണെന്ന് അത് ഒരു തവണ പ്രൂവ് ആയിട്ടുണ്ട്. ഫസ്മിനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ ഗാംബ്ലിംഗ് ബെറ്റിംഗ് ആപ്പ് വഴിയുള്ള പൈസ കൊണ്ട് മാത്രമല്ല ഇത് വാങ്ങിച്ചതെന്ന് പിന്നെ ഒരു കുറ്റസമ്മതം നടക്കുന്ന രീതിയിൽ. അതായത് ഇവരുടെ കുറ്റസമ്മതത്തിൽ എന്താന്ന് വെച്ചാൽ അത് ഇവരുടെ മറ്റേ വേറൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇഷ്യൂവിൻ്റെ കൂടെയാണ് ഈ പറയുന്ന ഞാൻ വേണമെങ്കിൽ അക്കൗണ്ടിൽ വീഡിയോ എടുക്കുന്നുണ്ട്, അത് ലിങ്ക് ഞാൻ അയച്ചുതരാം. അപ്പോൾ അതിൽ ഫസ്മിന പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫ്ലാറ്റ് റെൻറ്റിനെടുത്താണ്. അതായത് ഈ പറയുന്ന ഫ്ലാറ്റ് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞത് വെറും കള്ളം തന്നെയാണ്, അവർ തന്നെ സമ്മതിച്ചിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഇവരുടെ ഈ പറയുന്ന വീണ്ടും എല്ലാ വീഡിയോയിലും ഇതാണ്. ഇപ്പോൾ രാവിലെ എണീറ്റ് പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്നു, അതിന് വരെ ബെറ്റിംഗ് ആപ്പ്. ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്ന ബെറ്റിംഗ് ആപ്പിൻ്റെ ഒരു എന്താ പറയാ ഒരു സംഭവത്തിലാണെന്നൊക്കെയാണ് പറയുന്നത്. വയനാടൻ ബ്ലോഗർ ആണെങ്കിലും മല്ലു ഫാമിലി സുജിൻ ആണെങ്കിലും ഫസ്മിന സക്കീർ ആണെങ്കിലും നന്ദു, അവരൊക്കെ ആണെങ്കിലും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവരുടെ അക്കൗണ്ട് മാത്രം പൂട്ടുന്നൊരു അവസ്ഥയിലേക്ക് എത്തി. ശരിക്കും അവർ ഏത് ആപ്പാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്? ഇതെല്ലാം നടത്തുന്ന ഏറെക്കുറെ ഒരേ ആൾക്കാർ തന്നെ. അപ്പോൾ ഓരോ സമയത്തും ഓരോ തരം ആപ്പുകൾ ഇങ്ങനെ ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കും. പണ്ടൊരു ആപ്പ് ഉണ്ടായിരുന്നു 81 ലോട്ടറി എന്ന് പറഞ്ഞിട്ട്. അതിന് പിന്നെ TC ലോട്ടറി ഉണ്ട്. അതൊരു മാന്യമായിട്ടല്ല അതായത് അതിങ്ങനെ ഒരു മയത്തിൽ ഇങ്ങനെ കുറേ പേര് പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. മുന്നേ കഴിഞ്ഞ വർഷം ഒരു ആപ്പ് ഉണ്ടായിരുന്നു 81 ലോട്ടറി എന്ന് പറഞ്ഞിട്ട്. പലരും പല ഇൻഫ്ലുവൻസേഴ്സും 81 ലോട്ടറി എന്ന് പറഞ്ഞിട്ട് കിടന്ന് ചത്ത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ മാറിയിട്ട് രാജാ ഗെയിം എന്ന് പറഞ്ഞ സാധനമാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എല്ലാവരും. അതിന് കാരണം എന്താണെന്ന് അറിയാം,
ഈ പറയുന്ന 81 ലോട്ടറി പൂട്ടിപ്പോയി. 81 ലോട്ടറി പൂട്ടിപ്പോയി. പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഓക്കെ ഇല്ല പോയി. അതായത് അത്രേ ഉള്ളൂ ഈ സാധനങ്ങൾ, ലൈഫ് അത്രേ ഉള്ളൂ. ഈ ആപ്പുകൾക്കൊക്കെ ലൈഫ് അത്രേ ഉള്ളൂ. മെയിൻലി ഒരു സ്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൾക്കാരിൽ നിന്ന് പൈസ ചൂഴ്ന്നെടുത്ത് പോവുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ വർക്കിങ്ങും ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. എങ്ങനെയാണ് ആൾക്കാരെ ഇതിന്റെ ഒരു ചുഴിയിൽ പെടുത്തുന്നത് എങ്ങനെയാണ് ശരിക്കും? ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇവരെല്ലാവരും പ്രോമിസ് ചെയ്യുന്നത് ഈ ആപ്പുകൾ പറയുന്നത് അല്ലെങ്കിൽ ഈ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാവരുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ ഒരു ലക്ഷറി ലൈഫാണ് ആൾക്കാർക്ക് പ്രോമിസ് ചെയ്യുന്നത്. കാരണം ഇവർ ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഈ പറയുന്ന ഫസ്മിനെ ആണെങ്കിലും ദിവസം ടൂർ പോകുന്നത് കാണിക്കുന്നു, സ്വർണ്ണക്കടയിൽ പോകുന്നത് കാണിക്കുന്നു, പച്ചക്കറി വാങ്ങിക്കാൻ ഫ്ലാറ്റ് വാങ്ങിക്കുന്നത് കാണിക്കുന്നു. പിന്നെ ചിലർ ഫസ്മിനെ തന്നെ ഐഫോൺ വാങ്ങിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഇവർ മാത്രമല്ലെങ്കിൽ ബാക്കി ഇപ്പോൾ ക്രൗഡ് കിഡോ എന്ന് പറഞ്ഞ ആള്, പുള്ളി അപർണ കേശാജി, ഇവരെല്ലാവരും ഇതെല്ലാം ഇവരൊക്കെ ഒരു ഫ്രണ്ട്സ് തന്നെയാണ്. ഇവരുടെ ഒരു ഫ്രണ്ട് സർക്കിൾ തന്നെയാണെന്നാണ് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം അവരുടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോകളിലൊക്കെ വരുന്ന. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോകളിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഓരോരോ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബെറ്റിംഗ് ആപ്പുകളിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു എന്താ പറയുക, ഒരു പിരമിഡ് സ്കീമും കൂടെ അതിൽ ഉൾപ്പെട്ട് കിടക്കുന്നു. ഈ ബെറ്റിംഗ് ആപ്പിൽ ആളെ ചേർത്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ബെറ്റിംഗ് ആപ്പിന് ഒരാളെ ചേർത്തു, ഇപ്പോൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് ഞാനൊരു എക്സാമ്പിളിന് പറയാം, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്, ഒരാളെ ചേർത്തു, എന്നെ ചേർത്തു. അപ്പം പിന്നെന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ എന്നെ ചേർത്തിട്ട് ഞാനൊരു 100 രൂപ ഇടുകയാണ്, നിങ്ങൾക്കൊരു 30 രൂപ കമ്മീഷൻ കിട്ടും. 30 രൂപ 40 രൂപ വരെ കമ്മീഷൻ കിട്ടും 100 രൂപ ഇട്ടാൽ. അതാണ് ഇവരുടെ റേറ്റ്. അതായത് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിന് പ്രൊമോഷന് മാത്രമല്ല ഇതേപോലത്തെ റേറ്റ്, ഇങ്ങനത്തെ ആളെ ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് മാത്രമല്ലാതെ ഈ നമ്മൾ ഒരു ഇൻഫ്ലുവൻസറായിട്ട് വേറൊരു ഇൻഫ്ലുവൻസറിനെ ചേർക്കുകയാണ് ഈ ഒരു ഗ്രൂപ്പിൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പിരമിഡ് സ്കീം പോലെയാണ് വരുന്നത്. ഈ പറയുന്ന ഞാനിപ്പോൾ നിങ്ങൾ എന്നെ ചേർത്തു, ഞാൻ പിന്നെയും പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു കമ്മീഷൻ കിട്ടും. എനിക്ക് കിട്ടുന്ന കമ്മീഷനിൽ നിങ്ങൾക്കും കമ്മീഷൻ കിട്ടും. ഇതിങ്ങനെ സ്കീമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതാണ് ഈ ഇടയ്ക്ക് പെട്ടെന്ന് ഒരുപാട് പേര് സ്പ്രെഡ് ചെയ്ത് എടുക്കാൻ കാരണം. കാരണം ഇവരുടെ കൂടെ ഉള്ള ഇവർക്ക് അറിയാവുന്ന ക്രിയേറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കിളായിട്ട്. അതെ അതെ, കാരണം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ഓരോരുത്തരുടെ കമ്മീഷൻ കിട്ടുക, ബെനിഫിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ അതെ, ഇപ്പോൾ ഒരാളെ ചേർത്ത് കഴിഞ്ഞാൽ അതിനുള്ള കമ്മീഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജസ്റ്റ് വെറുതെ ഓരോരോ ആൾക്കാരെ ചേർത്ത് കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്കും കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും. കമ്മീഷനാണ് മെയിൻ. അതായത് ഇത് വെറും ഒരു കമ്മീഷനാണ്, റെഫറൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് മറ്റേ പല ആൾക്കാരും പറയുന്നത് കേൾക്കാം. പക്ഷെ ഇതിൽ റെഫറൽ അല്ല, ഇത് കറക്റ്റ് പക്ക മണി ചെയിൻ പോലെയാണ് ഇതിലെ പൈസ വർക്ക് ചെയ്യുന്നത്. കാരണം ഇവർക്ക് എല്ലാവർക്കും കമ്മീഷൻ ഈ വഴി പോകുന്നുണ്ട്. പിന്നെ അതിന് പുറമെ ഇവർക്ക് ഓരോ പെർ വീഡിയോക്കുള്ള വീഡിയോ ഇവർ ചെയ്യുമ്പോൾ ലക്ഷങ്ങളായിരിക്കും കിട്ടുക. അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? എത്രയായിരിക്കും ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇവർക്ക്, പിന്നെ എത്ര ലാക്സ് ആയിരിക്കും കിട്ടുക, അങ്ങനെ എന്തെങ്കിലും അറിയോ? ഒരുപാട് ഒരു പ്രൂഫ് ഉണ്ട്, ഞാൻ വൈകാതെ പുറത്തുവിടുന്നില്ല. അത്രേ ഉള്ളൂ, സസ്പെൻസ് ഇതിലൂടെ പുറത്തുവിടുന്നില്ല. അല്ല എന്നാലും അറിയോ ഒരു വീഡിയോ, ഒരു ചൂതാട്ട വീഡിയോ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരു 5 ലക്ഷം ഒരു 10 ലക്ഷം ഒക്കെ കിട്ടുമോ ശരിക്കും ഒരു ഇൻഫ്ലുവൻസർ? 10 ലക്ഷം കിട്ടുമോന്ന് അറിയില്ല. 10 സ്ട്രീമേഴ്സിന് കിട്ടും, 10 ലക്ഷമല്ല, 10 കോടി ഓഫർ കിട്ടിയ ആൾക്കാരുണ്ട്. 10 കോടി ഓഫർ കിട്ടിയവരുടെ പേര് പറഞ്ഞായിരുന്നു. ഒന്ന് ഈഗിൾ ഗെയിമിങ്. ആള് വേണ്ടാന്ന് വെച്ചു. ആൾക്ക് ഗാംബ്ലിങ്ങിന് എതിരാണ്. ആൾക്ക് ഇതേപോലെ വന്ന ഓഫർ പറഞ്ഞാണ് അദ്ദേഹം അത് നിരസിച്ചു അല്ലെ? 10 കോടി. അതെ. അപ്പോൾ ഈ തൊപ്പിയും ഇതേ സെയിം സാധനം പ്രൊമോട്ട് ചെയ്തോണ്ടിരുന്ന ആൾക്കും സെയിം. ഏത് ഗെയിമിംഗ് ആപ്പാണ് അവരെ സമീപിച്ചതെന്നറിയോ? അതായത് ഞാൻ തൊപ്പിയുടെ കാര്യം പറയാം. തൊപ്പി പ്രൊമോട്ട് ചെയ്തോണ്ടിരുന്ന ബാറ്ററി ബെറ്റ് എന്നുള്ള ഒരു ഗെയിമിംഗ് അല്ല, ബെറ്റിംഗ് ആപ്പ്. ബാറ്ററി ബെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോൺസറാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോൺസർ ഒരു ബെറ്റിംഗ് ആപ്പാണ്, ഇല്ലീഗലായിട്ട് നടക്കുന്നു. ഇന്ത്യൻ കൂടെ അല്ല. അതായത് ഈ പറഞ്ഞ ഈ ചിലർക്ക് സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഇപ്പോൾ Dream11 ഒക്കെ ഉണ്ടല്ലോ ബ്രോ, പിന്നെ ഇപ്പൊ എന്താണ് ഇപ്പൊ ഒരു ഇവിടെ നെഞ്ചത്ത് ബാറ്ററി ബെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ്? കാരണം Dream11 ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ പറയുന്നതൊക്കെ പക്ക ഇല്ലീഗലാണ്. ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ബാൻഡാണ്, ഇല്ലീഗലാണ്. ഈ കമ്പനികൾക്കൊന്നും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല, പരസ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ Dream11 അല്ല, ഈ പറഞ്ഞ ബാറ്ററി ബെറ്റ് ആണെങ്കിൽ ഞാൻ നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നത്തെ ഒരു സ്പോൺസർ പറഞ്ഞില്ല, 1x ബാറ്റ്, പാരി മാച്ച്, ഇവരെല്ലാവരും ഇപ്പോൾ പലതവണ ബാൻഡാണെങ്കിലും വന്ന്
കളിച്ചുകൊണ്ടിരിക്കുന്നു, കളിക്കല്ല ഇവിടെ വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ചിലർക്ക് ഒരു സംശയം ഉണ്ടാവും, ഗവൺമെൻറ് എന്നാൽ ഒന്നും ചെയ്യുന്നില്ലേ? ഗവൺമെൻറ് ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ പല വെബ്സൈറ്റുകളും ബാൻഡാണ്. ബാൻഡ് എന്ന് പറയുമ്പോൾ അവരുടെ വെബ്സൈറ്റ് ഇപ്പോൾ perimatch.com എന്നായിരുന്നു ആദ്യം perimatchൻ്റെ വെബ്സൈറ്റ്. ഇപ്പോൾ അത് മാറ്റിയിട്ട് peribet.in എന്നാക്കിയിട്ടുണ്ട്. അതും ഇപ്പം മാറ്റിയൊന്നും അറിയില്ല. ഇതിങ്ങനെ മന്ത്ലി അല്ലെങ്കിൽ ഒരു വീക്കിലേക്ക് ഇങ്ങനെ ഗവൺമെന്റ് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പുതിയ ഡൊമൈനുമായിട്ട് തുടർന്നുകൊണ്ടിരിക്കും. തൊപ്പിയുടെ കേസ് വരുവാണെങ്കിൽ തൊപ്പി ശരിക്കും എപ്പോഴും നിരന്തരം വീഡിയോ ചെയ്യുന്നത് ഈ ബെറ്റിംഗ് ആപ്പുകളെയും പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ഒരുപാട് ചെയ്യുന്നുണ്ട്. തൊപ്പി നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ലൈവായിട്ട് ഞാൻ ബെറ്റ് ചെയ്ത് കാണിക്കാന്ന് തൊപ്പി പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ. ഇതുവരെ ചെയ്ത് കാണിച്ചിട്ടില്ല. അതിനേക്കാളും കൂടുതൽ പ്രശ്നം അവിടെ ഉണ്ട്. ഞാൻ ചലഞ്ച് കൊടുത്തു, ചെയ്തിട്ടില്ല. അതായത് തൊപ്പി ആ സ്ട്രീമിൽ പറഞ്ഞാണ് ഞാൻ ലൈവായിട്ട് ബെറ്റ് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞു. കാണിച്ച് തരാൻ ഞാൻ അന്നും ചോദിച്ചിട്ടുണ്ട്, ഇന്നും ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ തൊപ്പി അത് കാണിച്ചു തന്നിട്ടില്ല. ഇനി കാണിച്ചു തരാൻ ഒരു ചലഞ്ച് തന്നെയാണ് ലൈവായിട്ട് ബെറ്റ് ചെയ്ത് കാണിച്ചത് യൂട്യൂബിൽ തൊപ്പി. കാരണം തൊപ്പി അങ്ങനെയാണ് തൊപ്പിയെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് കുട്ടികളടക്കം തൊപ്പിയുടെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. തൊപ്പി പണ്ട് ഈ പറയുന്ന എന്താ പറയാ 1x ബെറ്റ്, 1 വിൻ, ഇങ്ങനെ പലതരം ബെറ്റിംഗ് ആപ്പുകൾ ആടെ ലൈവിൽ വന്നിട്ട് ഇയാൾ ബെറ്റ് ചെയ്തായിട്ട് കാണിക്കുന്നുണ്ട്. ഫുൾ ഉടായ്പാണ്. കാരണം ഈ പറഞ്ഞ ഇവര് ഈ സ്ട്രീമേഴ്സ് ആണെങ്കിലും ഈ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഈ പറഞ്ഞ് കാണിക്കുന്നത് ഡെമോ അക്കൗണ്ടാണ്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഫണ്ട് ഈ പറയുന്ന ബെറ്റിംഗ് കമ്പനികൾ കൊടുക്കും. അല്ലാതെ ഇവരുടെ ഒന്നും ഒരു പൈസ പോലും ഇൻവോൾവ് ആയിട്ടില്ല. ഇവർ കളിക്കുമ്പോൾ നല്ല രസമാണ്. ഇവർ മറ്റേ ഈ പറഞ്ഞ ഇല്ലീഗലാണല്ലോ, ഒരു റെഗുലേഷനും ഇല്ല. ഇവർക്ക് കൺട്രോൾ ചെയ്യാം. ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കുന്ന ഡെമോ അക്കൗണ്ടിൽ എപ്പോൾ ഫുൾ ടൈം നമുക്ക് വിൻ ചെയ്യുന്ന പോലെ കാണിക്കാം. അപ്പൊ ഇവരുടെ തൊപ്പിയുടെ അക്കൗണ്ടിൽ ഇങ്ങനെ പൈസ കാണിക്കുന്നത് ഡെമോ ആയിട്ട് കാണിക്കുന്നത് ഡെമോ അക്കൗണ്ട് ആയിരിക്കും അത്. തൊപ്പിയുടെ കാര്യത്തിൽ ഞാൻ തൊപ്പിയുടെ പഴയ ലൈവ് കറക്റ്റ് കണ്ടിട്ടില്ല. പിന്നെ പുതിയത് ലൈവ് ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഇതുവരെ ലൈവ് വന്നിട്ടില്ല. ഗാംബ്ലിംഗ് ചെയ്ത് ലൈവ് ചെയ്ത് കാണിക്കൂ. തൊപ്പി മാസങ്ങളായി ലൈവായിട്ട് ബെറ്റ് ചെയ്ത് കാണിക്കുക എന്ന് ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ അത് നടത്തിയിട്ടില്ല. അപ്പം തൊപ്പിക്ക് ഗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഒന്ന് ലൈവായിട്ട് ഫോളോവേഴ്സിനെ കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് എസ് അഭിജിത്ത് കാത്തിരിക്കുന്നത് അല്ലേ? അത് ബെറ്റ് വെച്ചേക്ക് ഒന്നുകൂടി നമ്മൾ അല്ല ഇത് നമ്മൾ എന്റെ വീഡിയോയിൽ പണ്ടും പറഞ്ഞതാ. തൊപ്പി നമ്മുടെ ഈ പറഞ്ഞ ക്രിപ്റ്റോയുടെ കാര്യം പറഞ്ഞിട്ട് എന്തൊക്കെ ഡ്രാമ കളിച്ചെന്ന് എല്ലാവരും കണ്ടാണ്. അതെ അതെ. അപ്പൊ ക്രിപ്റ്റോ വഴി ഒരുപാട് തട്ടിപ്പ് നടക്കുന്നു, കോടികൾ കിട്ടുന്നു തൊപ്പി അടക്കം പറഞ്ഞു. അതെങ്ങനെയാണ്? അതായത് പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. ക്രിപ്റ്റോ ഒരു പേയ്മെന്റ് മോഡായിട്ട് യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഇഷ്ടം പോലെ ഈ പറയുന്ന പല പുറത്തുനിന്നുള്ള ബെറ്റിംഗ് ആപ്പുകൾ, ഇപ്പോൾ പെറിമാച്ച് ആണെങ്കിലും ഈ പറയുന്ന 1 വിൻ ആണെങ്കിലും 1x ബെറ്റ് ആണെങ്കിലും അങ്ങനത്തെ പുറത്തുള്ള ഗാംബ്ലിംഗ് ആപ്പുകൾ, ഇപ്പോൾ സ്റ്റേക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് അടക്കം ഇങ്ങോട്ട് കൊടുക്കുന്നത് ക്രിപ്റ്റോയിലാണ്. അത് ഇവർക്ക് പക്ഷേ ഈ സ്ട്രീമേഴ്സിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 അക്ക ശമ്പളമാണ്. തൊപ്പി തന്നെ പറഞ്ഞിട്ടുണ്ട് ആൾക്ക് കിട്ടുന്നത് $250 പെർ അവർ ആണെന്നൊക്കെ. അതൊക്കെ എന്ത് കോൺട്രാക്ട് ആണെന്ന് നോക്കണം. അപ്പോൾ അത് കിക്കിൻ്റെ ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ബെറ്റിംഗ് ആപ്പുകളുടെയും ഇഷ്ടം പോലെ ക്രിപ്റ്റോ വരുന്നുണ്ടാവും. അപ്പോൾ ഈ തൊപ്പിയുടെ ഈ ഒരു മുന്നൊരു കേസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ തൊപ്പിയുടെ ഹവാല വഴി പണം ഒരുപാട് തൊപ്പിക്ക് വരുന്നു റഷ്യയിൽ നിന്നൊക്കെ. അതെ, റഷ്യയിൽ നിന്ന് ഈ പറയുന്ന ഈ ബെറ്റിംഗ് ആപ്പുകൾ, ഈ പറഞ്ഞ പെറിമാച്ച് എന്ന് പറയുന്നത് റഷ്യൻ ബേസ്ഡ് ആണ്. അത് പല ബെറ്റിംഗ് ആപ്പുകളും 1x ബെറ്റും 1x ബാറ്റും ഇങ്ങനത്തെ കാര്യങ്ങളും ഈ ബാറ്ററി ബെറ്റും ഇതെല്ലാം നടത്തുന്നത് റഷ്യൻ ബേസ്ഡ് ആണ്. അവിടെ നിന്നൊക്കെ വരുന്നത് ഹവാല വഴി എന്ന് പറയുന്നത് ഈ പറയുന്ന ക്രിപ്റ്റോ. മാസം കോടികളാണ് കിട്ടുന്നത്. അതായത് ഇത് നിങ്ങളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതെ, അറിഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾ വഴി അറിഞ്ഞിട്ടുണ്ട്. അത് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് പോലീസ് തന്നെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതൊക്കെ വാസ്തവമുണ്ട്. തൊപ്പിക്ക് ഇങ്ങനെ അതിനെ കുറിച്ച് അറിയാം. തൊപ്പിക്ക് ഇങ്ങനെ കോടികൾ കിട്ടുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ? അതായത് ആളത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഇതൊക്കെ പ്രൊമോട്ട് ലൈവിൽ വന്ന് കളിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾ. ആളുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ്. ഇതേപോലത്തെ പലതരം ബെറ്റിംഗ് ആപ്പുകളുടെ ആളുടെ പഴയ ലൈവ് ഒക്കെ എടുത്താൽ നോക്കാം. ഇപ്പൊ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. മുന്നേ എന്തൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇതേപോലെ ഒരെണ്ണം അല്ല പുള്ളി ചെയ്തിട്ടുള്ളത്. പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു ബെറ്റിംഗ് ആപ്പിന്റെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഞാനിതെല്ലാം വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു 3 ആപ്പുകൾ എന്തോ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇത്ര ആപ്പുകളുടെയും ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഈ പറയുന്ന പൈസകൾ ഇത്ര ഹ്യൂജ് എമൗണ്ട്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ തൊപ്പി തന്നെ പറഞ്ഞിട്ടുണ്ട് ആള് മണിക്കൂറിൽ 2 ലക്ഷം രൂപ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കുകയാണെങ്കിൽ എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്ന് പറയണം, എടാ ഞാൻ എല്ലാം ഇട്ട് ക്രിപ്റ്റോയിൽ
കൊടുത്തു, ഞാൻ ഇനി മില്യണറാടാ. അടുത്ത ദിവസം വന്ന് പറയുന്നു അയ്യോ സ്കാം ആടാ. ഏത് സ്കാം? ഈ നാട്ടിൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇഷ്ടംപോലെ ഈ തൊപ്പി ഈ പറഞ്ഞ ക്രിപ്റ്റോ മച്ചാൻ എന്ന് പറഞ്ഞിട്ടൊരു പയ്യനെ വിളിച്ച് ലൈവിലൊക്കെ വിളിച്ച് നോക്കി. അതായത് ക്രിപ്റ്റോ ബേസ്ഡ് കണ്ടന്റ് ക്രിയേറ്ററാണ്. അപ്പോൾ ആളെ വിളിച്ച് ലൈവിൽ വിളിച്ചിട്ട് അയ്യോ കിട്ടുന്നില്ല ക്രിപ്റ്റോ. ഇയാളൊരു 3-4 തവണ വീഡിയോ ഇട്ട് ക്രിപ്റ്റോ മറ്റേ എന്താ തൊപ്പി വിളിക്കുന്നില്ലേ, ഞാൻ ഇവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് അതിന് പോലും തൊപ്പി അവരെ കോണ്ടാക്ട് ചെയ്യുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല, വെറുതെ ഒരു ഡ്രാമ കളിച്ചു. തൊപ്പിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നിടത്തോളം ഉണ്ടാക്കി. അപ്പൊ ഇനി തൊപ്പി ഇങ്ങനെ വീഡിയോ ചെയ്യാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എവിടെ നിന്ന് ചെയ്യാതിരിക്കും ഇവര്? എനിക്ക് ഇനിയും ഇതൊക്കെ തന്നെ ചെയ്യും, എല്ലാവരും ഇതൊക്കെ തന്നെ ചെയ്യും. അപ്പൊ ഇനി ഏതൊക്കെ അക്കൗണ്ടാണ് ഇപ്പൊ ഒരുപാട് പേർക്കെതിരെ ചെയ്തിട്ടുണ്ട്? അമല ഷാജി, നിക് വ്ലോഗ്സ്, വിജെ മച്ചാൻ, പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ പേരുകൾ എടുത്തു പറയാൻ പറ്റും ആർക്കെതിരെയൊക്കെ ചെയ്യാം? അമല ഷാജിയൊക്കെ നിരന്തരമായിട്ട് ഇപ്പോഴും സ്റ്റാറ്റസില് പിന്നെ ബെറ്റിംഗ് ആപ്പിനെ പ്രൊമോട്ട് ചെയ്ത സ്റ്റോറി ഉണ്ട്. അതായത് അമല ഷാജിയുടെ ഓഡിയൻസ് ഫുള്ള് തമിഴ്നാട്ടിലാണ്, ഓപ്പൺ ആയിട്ട് പറയും. അമല ഷാജിക്ക് നമ്മളിവിടെ എന്ത് പറഞ്ഞാലും മൈൻഡ് ആവുന്നില്ല. അമല ഷാജി താമസം വരെ അങ്ങോട്ട് മാറ്റിയില്ല, അവിടെ അവർക്ക് വേറെ ഇഷ്യൂ നടക്കുന്നുണ്ട്, അവർക്കെതിരെ കേസ് പോയിട്ടുണ്ട്. അതിന്റെ കേസ് അവിടെ നടക്കുന്നുണ്ട്. യൂട്യൂബിൽ നോക്കിയാൽ കാണാം. വേറെ ബെറ്റിംഗ് ആപ്പ് ഒരു യൂട്യൂബർ ഉണ്ട് അഡ്വക്കേറ്റ് ആയിട്ട്. അഡ്വക്കേറ്റ് ഞാൻ നോക്കിയിട്ട് ലിങ്ക് അയച്ചത്. അപ്പോൾ ആള് ഇതേപോലെ ഇതിന് അവിടെ അമല ഷാജിക്കെതിരെ ഇങ്ങനെ ബെറ്റിംഗ് ആപ്പുകൾ, ഇല്ലീഗൽ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിനെതിരെ കേസ് വരെ കൊടുത്തിട്ടുണ്ട്. ഇല്ലീഗൽ ബെറ്റിംഗ് ആപ്പുകളുടെ അല്ല, മറ്റേ ഈ ഒരു ട്രേഡിങ്ങിന്റെ ഒരു തട്ടിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, അതിനും കേസ് പോകുന്നുണ്ട്. 1-2 കേസ് അവിടെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതവിടെ നടന്നുകൊണ്ടിരിക്കുക. അമല ഷാജിക്കെതിരെ ഒരുപാട് കേസുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ എന്താണ് നടക്കുന്നത്, അവിടുത്തെ വീഡിയോകൾ കാണുന്നവർക്ക് തമിഴ് ഓഡിയൻസിനായിരിക്കും അറിയുന്നുണ്ട്. പക്ഷെ മലയാളികളിലും ഒരുപാട് പേര് അമല ഷാജിയെ ഫോളോ ചെയ്യുന്നുണ്ട്. ചെറിയ പ്രായമാണ്. അപ്പൊ ഇപ്പോഴും അമല ഷാജിയുടെ ഒക്കെ അക്കൗണ്ട് ഇപ്പോഴും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ റിമൂവ് ആയിട്ടില്ല. ഈ ഇടയ്ക്ക് കുറച്ച് വീഡിയോകൾ ഡിലീറ്റ് ചെയ്തു, ഹൈഡ് ചെയ്തു എന്ന് തോന്നുന്നു. ഇവരൊക്കെ കമന്റ് സെക്ഷൻ ഓഫ് ആക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അത് ഈ ശരിക്കും അപ്പൊ അവർക്ക് യഥാർത്ഥത്തിൽ ആരെ കൊന്നാലും ആരെ പറ്റിച്ചാലും അക്ഷരാർത്ഥത്തിൽ വഞ്ചിച്ചാലും എന്ത് ചെയ്താലും അവർക്ക് പൈസ കിട്ടണം എന്ന് ഒറ്റൊരു ചിന്തയല്ലേ ഉള്ളൂ. ശരിക്കും കമന്റ് ഓഫ് ചെയ്യുന്നവരുടെ, കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്നവരുടെ ഒരു എന്തായിരിക്കും അവരുടെ സൈക്കോളജി? കാരണം ഇപ്പോൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്നും പബ്ലിക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസോ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നിനും റിപ്ലൈ കൊടുക്കാൻ വയ്യ, ആൻസർ കൊടുക്കാൻ അവരുടെ കയ്യിലില്ല. അപ്പോൾ അതിനിപ്പോൾ എന്താ ഇപ്പോൾ പറയുക? കമന്റ് ബോക്സിൽ ഇപ്പോൾ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ, ഞാനൊക്കെ ആണെങ്കിൽ എന്ത് ചോദിച്ചാലും ഒട്ടുമിക്ക റിപ്ലൈ ആദ്യം തൊട്ട് അവസാനം വരെ ഇരുന്ന് ചില കമന്റുകൾ മുങ്ങിപ്പോറുണ്ട്. കാരണം ചിലപ്പോൾ നോട്ടിഫിക്കേഷൻസ് വന്നിട്ട് ചിലപ്പോൾ മിസ്സായി പോകുന്നു. പക്ഷെ ബാക്കിയുള്ള ഇപ്പോൾ ഒരു ടോപ്പ് കമന്റുകളും എന്തിനാണെങ്കിലും ഞാൻ റിപ്ലൈ കൊടുത്തിട്ട് തന്നെ ഉള്ളൂ. എന്ത് ചോദിച്ചാൽ എന്റെ പ്രൊഫൈൽ നോക്കിയാലാണ്. അപ്പോൾ ഇവർക്ക് എന്താണ് കമന്റ് ഓൺ ചെയ്ത് വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്? ചോദ്യങ്ങളെ ഭയന്നത് കൊണ്ടായിരിക്കും അല്ലേ? അതെ, ഓഫ് കോഴ്സ്. ഈ നിക് വ്ലോഗ്സ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് നല്ല വീഡിയോ ചെയ്ത ആൾക്കാരുടെ കണ്ണിലുണ്ണിയായി മാറിയിട്ടുള്ള ഒരാളായിരുന്നു നിക് വ്ലോഗ്സ് ഒക്കെ. പിന്നെ ശരിക്കും നമ്മള് നന്മ മരം എന്ന് പറയും. നന്മ മരം കേരളത്തിലൊരു നന്മ മരം ഉണ്ടെങ്കിൽ നിക് വ്ലോഗ്സ് തന്നെയാണ് അല്ലേ? എത്ര പേര് ചോദിച്ചു. ഞാൻ ആദ്യം വീഡിയോ ചെയ്യുമ്പോൾ അധികം ആരും ഇതിനെക്കുറിച്ച് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് ഈ പറഞ്ഞ ഗാംബ്ലിംഗ് ആപ്പുകൾ എന്താണ് നിക് വ്ലോഗ്സിന്റെ കാര്യത്തിൽ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആദ്യം തന്നെ ചോദിച്ചു. അപ്പോഴും ആൾക്കാർക്കൊരു എന്താ പറയുക, ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിക്കൊന്നുമില്ല. നമ്മൾ ആദ്യം ആയിട്ടൊരു എപ്പോഴാണ് കഴിഞ്ഞ മാർച്ച് ആ ഒരു സമയത്തൊക്കെ ചോദിച്ചത്. അപ്പോൾ നിക് വ്ലോഗ്സ് എന്താണ് ചെയ്യുന്നത്, നിക് വ്ലോഗ്സിന് എങ്ങനെയാണ് ഈ പറയുന്ന ആൾക്കാരെ സഹായിക്കാനുള്ള അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനുള്ള പൈസകൾ കിട്ടുന്നത്? ആള് പ്രൊമോഷൻ ചെയ്യുന്നത് ഈ പറയുന്ന വീഡിയോകളുടെ ഒക്കെ ഇടയ്ക്ക് വന്ന് പറയുന്നത് ഇതേപോലെ 1x ബെറ്റ്, 1x ബാറ്റ്, പാറി മാച്ച്, ഏവിയേറ്റർ കളിക്കാം, വിമാനം. ആള് ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച വരെ നിക് വ്ലോഗ്സ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വിമാനം പൊങ്ങി നോക്കി പൈസ ഉണ്ടാക്കാന്ന്. കണ്ടായിരുന്നു? അതെന്താ ശരിക്കും? അത് ഇല്ലീഗൽ ബെറ്റിംഗ് ആപ്പാണ്. അത് 4A ബെറ്റോ അങ്ങനെ 1x ബെറ്റോ അങ്ങനെ എന്തോ ആണ്. കാരണം അത് ഇല്ലീഗലായിട്ട് ഇവിടെ നിന്ന് ബാൻ ചെയ്തിട്ടുള്ള വരെയുള്ള ബെറ്റിംഗ് ആപ്പുകളാണ്, ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്പുകളാണ്. അപ്പം ആൾക്ക് ഇപ്പോൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഈ നന്മ ഇങ്ങനെ ഒരു വശത്ത് ചെയ്യുന്നു, തിന്മ മറ്റൊരു വശത്ത് ചെയ്യുന്നു. ശരിക്കും അതല്ലേ നടക്കുന്നത്? അതായത് ഈ പറയുന്ന ബെറ്റിംഗ് ആപ്പുകളിൽ നമുക്ക് പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ എത്ര പേര് മരിച്ചു എന്നൊരു കണക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാര്യങ്ങളുടെ ഒരു
നാട്ടിൽ എന്താണ് ഒരു അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാകും. ലക്ഷങ്ങൾ നഷ്ടമായവരുണ്ട്, കോടികൾ നഷ്ടമായവരുണ്ട്, ലക്ഷങ്ങൾ നഷ്ടമായവരുണ്ട്, ജീവൻ പോയവരുണ്ട്. എന്തിനു വേണ്ടി? ഞാൻ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരെ സംസാരിച്ചിട്ടുണ്ട്. അതായത് ചിലയിടത്ത് സംസാരിക്കുമ്പോൾ ഇവര് ഒരു 10-20 വയസ്സിൽ 5 ലക്ഷം രൂപ കടം. ഇപ്പോൾ വേറൊരു ആളുടെ അടുത്ത് സംസാരിച്ചു 23 വയസ്സ് ഒരു 14 ലക്ഷം രൂപ എന്താണ് ആളുടെ കടം. 24-ാമത്തെ വയസ്സിൽ 24-23 ആ ഒരു വയസ്സിൽ. പിന്നെ വേറൊരാളുടെ ഞാൻ കമന്റ് മാത്രമേ കണ്ടുള്ളൂ, അധികം സംസാരിക്കുന്നുള്ളൂ. ഞാൻ സംസാരിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യും. കാരണം ആ പറഞ്ഞ ആള് പറയുന്നത് എൻ്റെ 1.2 CR പോയി. ആള് ദുബായ് ബേസ്ഡ് ആണ്, മലയാളമാണ്. പക്ഷെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇന്ന ആപ്പുകൾ ഇവർക്ക് പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ പോകുന്നത് അല്ലെ. റമ്മിയൊക്കെ നടന്മാർക്ക് പ്രൊമോട്ട് ചെയ്യാം. സൂപ്പി ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കളിച്ചപ്പോ 70,000 രൂപ കിട്ടി. സൂപ്പി 3 മിനിറ്റ് ഉണ്ട് അല്ലെങ്കിൽ 2 മിനിറ്റ്, അത് പറഞ്ഞ പോലെ അങ്ങനെ കിട്ടില്ല. സൂപ്പിൽ അത്രയും പൈസ ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അതൊക്കെ വെറും ഫേക്ക് ടെസ്റ്റിമോണികളാണ്. അതായത് ഇവര് പറയുന്നത് വെറുതെയാണ് എന്നുള്ളത് ഒരു കാര്യം. പിന്നെ ഇത് കേൾക്കുന്ന ആൾക്കാർ, അതായത് നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ റൂൾസ് സ്ട്രിക്റ്റ് ചെയ്യണം. അതായത് അഡ്വർടൈസിങ് റൂൾസ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് റെഗുലേഷൻസും കാര്യങ്ങളും വേണം. കാരണം ഇപ്പൊ ഈ പറയുന്ന ഇത്രയും വലിയ ഞാൻ എന്താ ഈ പറയുന്നത്. അപ്പൊ അർജു പറഞ്ഞത് ഈ 1 രൂപയും കൊണ്ട് കളിച്ചിട്ട് 1 രൂപ ഇട്ടിട്ട് കിട്ടിയത് 1 ലക്ഷം രൂപയാണ്. അർജുന് ഞാനൊരു ചലഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അർജുന്റെ ഇൻഫ്ലുവൻസർ അല്ലേ, ഫുൾ നെയിം എന്തായിരുന്നു? അർജുൻ സുന്ദരേശ്. അപ്പം 1 രൂപയും കൊണ്ട് 1 ലക്ഷം രൂപ ഉണ്ടാക്കി. 1 രൂപ കൊണ്ട് 1 ലക്ഷം രൂപ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അതെ, ഞാൻ 1 രൂപ കൊണ്ട് 1 ലക്ഷം രൂപ ഉണ്ടാക്കി. സൂപ്പി കളിച്ച് സൂപ്പിയുടെ ആഡാണ്. 1 രൂപ കൊണ്ട് 1 ലക്ഷം രൂപ ഉണ്ടാക്കി കാണിച്ചു തരും എങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഒന്നാമത്തെ കാര്യം, ഒരു സുപ്പിയിൽ ഒരു ദിവസം അത്രയും രൂപ വിഡ്രോ ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള വേറൊരു കാര്യം. പിന്നെ ധ്യാൻ പറഞ്ഞത് അപ്പോ പൂർണ്ണമായിട്ടും തെറ്റാണോ? അപ്പൊ 3 മിനിറ്റ് കൊണ്ട് 70,000 രൂപ ഉണ്ടാക്കി, അത് ഉറപ്പാണോ? അങ്ങനെയാണെങ്കിൽ ധ്യാൻ ഒന്ന് കളിച്ച് കാണിച്ചേരട്ടെ. ധ്യാൻ ശ്രീനിവാസൻ കളിച്ച് കാണിച്ചേരട്ടെ. കഴിഞ്ഞ ദിവസം ആരുടെ അടുത്ത് ചൂടാവുന്ന കള്ളപ്പണം വെളുപ്പിക്കാനാണ് മൂവി എടുക്കുന്നത്. ഞാൻ അതൊന്നും പറയുന്നില്ല. ഞാൻ ഈ പറഞ്ഞ ഇത് തിരിച്ചു നോക്കട്ടെ. ഇപ്പൊ ലാല് ഇതേപോലെ ജംഗ്ലി റമ്മിയുടെ ഏറ്റവും കൂടുതൽ ട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നത് ആർക്കാണ്? ലാലിനാണ്. ജംഗ്ലി റാമി ഇപ്പോഴും ആൾക്കാർ ജംഗ്ലി റാമി ഞാൻ പറയുന്ന ആപ്പ് അറിയപ്പെടുത്ത ആളുടെ പേരിലാണ്. പക്ഷെ എന്നാലും ലാല് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുന്നേ മാത്യൂസ് ഇതേപോലെ ഇത് പറഞ്ഞിട്ട്, അതായത് മാത്യൂസ് ഇതേപോലെ ടിവിയിൽ പരസ്യം വന്നിരുന്നു. ഒരു ഞാൻ ഇതിൽ കളിച്ചിട്ട് 70,000 രൂപ ഉണ്ടാക്കി എന്ന് പറയും. പറയുന്ന മാത്യൂസ് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്ത് തെറ്റാണെന്ന് ഒരു ഇന്റർവ്യൂല് വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ധ്യാൻ ഇതിനെ കുറിച്ച് മാപ്പൊന്നും പറഞ്ഞിട്ടില്ല, അത് പിൻവലിച്ചിട്ടുമില്ല ഇതുവരെ. സൂപ്പി കളിച്ചിട്ട് പൈസ ഉണ്ടാക്കി എന്ന് തന്നെ പറയുന്നുണ്ട്. 2-3 ആഡുകൾ പിന്നെയും വന്നിട്ടുണ്ട്. അപ്പം ചലഞ്ച്, അപ്പൊ ഒന്നെങ്കിൽ അത് പിൻവലിക്കുക അല്ലെങ്കിൽ പിൻവലിച്ച് ഇതിപ്പോ ആരെങ്കിലും ധ്യാനെ കാണുമ്പോ ചോദിക്കണം. ധ്യാൻ ശ്രീനിവാസൻ അതുപോലെയുള്ള നടൻ എന്ന് പറയുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ഒരു നടനാണ്, അതുപോലെ തന്നെ ഒരു മഹാ നടന്റെ ഒരു മകനും കൂടിയാണ് ശ്രീനിവാസന്റെ. ബേസിക്കലി പറയുകയാണെങ്കിൽ ധ്യാൻ ശ്രീനിവാസന്റെ ആവശ്യം, അതായത് നടന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ അതായത് കുറച്ച് എന്താ പറയാ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അതില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ധ്യാൻ ശ്രീനിവാസൻ അതിൽ പറഞ്ഞതിന്റെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എനിക്ക് അങ്ങനെ ഇല്ല നിങ്ങളുടെ ഒരു പ്രസ് മീറ്റിൽ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞായിരുന്നു. കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല, അത് ഈ പറയുന്ന എന്താ ഇതിലിപ്പോ പറയാ, പണം മാത്രം. അപ്പോൾ ശരിക്കും ഒരു അവരെ വിശ്വസിക്കുന്ന, ഇപ്പം ധ്യാൻ പറയുമ്പം ധ്യാനെ വിശ്വസിക്കുന്ന ഒരുപാട് പേര് പറയും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു നടനാണ്, ഇങ്ങനെ നടന്മാര് പറയുമ്പോൾ അവർ തെറ്റായിരിക്കാൻ വഴിയില്ല, അങ്ങനെ പറഞ്ഞ് പലരും ഇതിൽ ചാടുന്നവരുണ്ടാവില്ലേ? ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ ഇവരുടെ ഈ നടന്മാരുടെ ഒക്കെ കാര്യം അതിലും വലിയ ഗംഭീരമായി. കാരണം ഇവരെയൊക്കെ അറിയാവുന്ന നാട്ടിൽ ഇപ്പൊ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ജസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എനിക്കും അറിയാം, എനിക്കും ഫോളോവേഴ്സ് ഉണ്ട്, പുറത്തിറങ്ങി ആരെയും കണ്ട ഐബ്രോ എന്തൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. അതല്ല നടന്മാരുടെ കാര്യം. നടന്മാര് റോട്ടിലിറങ്ങി നിൽക്കാൻ പറ്റില്ല അവർക്ക്. കാരണം അവരെ പറയുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ ഇവരുടെ അടുത്താണ് ഈ പറയുന്ന ചെറിയ കുട്ടികൾ കാണാം യൂട്യൂബ് തുറക്കുമ്പോൾ. ഞാൻ ഇതേപോലെ സൂപ്പി കളിച്ച് പൈസ ഉണ്ടാക്കിയെന്ന് തന്നെയാണ് പറയുന്നത്. സൂപ്പി ആണെങ്കിലും റമ്മി ആണെങ്കിലും ഇതേപോലെ ഇഷ്ടംപോലെ സാധനങ്ങൾ. ഞാൻ റമ്മി വന്ന നേരത്തെ ലാലിന്റെ കാര്യത്തിലാണ്. അപ്പോൾ
സംഭവം ഇതാണ്. അപ്പൊ നടന്മാര് പറയുമ്പോ അവരുടെ പേരിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുകയല്ലേ ചെയ്യുന്നത്. ധ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സൂപ്പി കളിച്ച ഇത്ര പൈസ കിട്ടും, അങ്ങനെ പറഞ്ഞ അവരുടെ ഒരു ക്രെഡിബിലിറ്റിയും കൂടി ബാധിക്കില്ലേ? ഈ പറയുന്നതിനൊക്കെ ഇവര് റെസ്പോൺസിബിൾ തന്നെയാണ്. അതെ അതെ. ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇതേപോലെ ആർക്കെങ്കിലും സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ ഇതിലൊക്കെ പോയിട്ട് പൈസ പോയി 10-20 ലക്ഷം പോയി ആരെങ്കിലും, അവർക്ക് ഇനിയിപ്പോൾ ഇതേപോലെ പൈസ പോയി എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല. കേസ് കൊടുക്കാം, ഈ പറയുന്ന കമ്പനിക്കെതിരെ കേസ് കൊടുക്കാം. പക്ഷെ അതല്ല, ഞാൻ ധ്യാന്റെ പേര് പറഞ്ഞിട്ടാണ് ഇതിൽ ചേർന്നത്, ധ്യാന്റെ പരസ്യം കണ്ടിട്ടാണ് ചേർന്നത്, ധ്യാനെയും കൂടെ വേണമെങ്കിൽ പ്രതി ചേർക്കാം. കാരണം അതിനുള്ള എല്ലാം നമ്മുടെ നാട്ടിലുണ്ട്, അതായത് ഇതേപോലെ പണ്ടേതോ എന്താണ് സോപ്പിന്റെ മമ്മൂക്ക, അപ്പൊ ചന്ദ്രിക. പക്ഷെ അതില് മമ്മൂക്ക പറഞ്ഞത് ചന്ദ്രിക കഴിച്ച് കളർ മാറിയില്ല. ഇതല്ല, ആള് പറയുന്നത് ഇത് കളിച്ച് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണ്. ഒരു ബേസിക്കലി പറയുകയാണെങ്കിൽ ചിലര് ചെയ്യുന്നത് സൈബർ ക്രൈമാണ്. അനിക സുരേന്ദ്രൻ ഇതേപോലെ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതോ ഒരു ബെറ്റിംഗ് ആപ്പിന്റെ. അവര് പിന്നെ വീഡിയോ ഒക്കെ കഴിഞ്ഞ് വീഡിയോ പറഞ്ഞപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്തു, അല്ലാതെ വേറെ പറിച്ചിട്ടൊന്നും. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. വലിയ വെളിപ്പെടുത്തലുകളാണ് എസ് അഭിജിത്ത് നടത്തിയത്. ഇനിയും എന്തൊക്കെയാണ് അഭിജിത്തിന് തുറന്നു പറയാനുള്ളത് എന്ന് നമുക്ക് അറിയാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ